ചില സമയത്ത് നമുക്ക് തോന്നാറില്ലേ ദൂരെ എവിടേക്കെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യണം അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ യാത്ര ഒന്ന് അവസാനിക്കല്ലേന്ന്. അതൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് തോന്നാറില്ലേ. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടു ചെന്നൈയിൽ. ഞാനിത് ആദ്യമായിട്ടാണ് ചെന്നൈയിലേക്ക് വരുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്നോ എവിടേക്ക് പോകണമെന്നോ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എത്തി നമ്മൾ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എവിടെ പോയാലും ഈ ഒരു പൊടിദോശ എപ്പോഴും പ്രിഫർ ചെയ്യും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് എവിടെ പോകുന്നു. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു തൊട്ടടുത്തല്ല, കുറച്ച് ദൂരത്തായിട്ട് ഒരു ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട്, അവിടേക്ക് പോകാമെന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ പ്ലേസസോ അല്ലെങ്കിൽ പഴയ പുരാതന സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് സെക്യൂരിറ്റി പറഞ്ഞു, ലൈബ്രറിയിലെ വെയിറ്റ് പണ്ണുങ്ങമ്മ. അപ്പം നമ്മൾ പോയി ലൈബ്രറിയിൽ വെയിറ്റ് ചെയ്തു. നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് നമ്മൾ പുറത്തിറങ്ങി വന്നിരുന്നു വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പോയി ടിക്കറ്റ് എടുത്തു. മ്യൂസിയം ഓപ്പൺ ആയി. ഇതാ ഈ ബോർഡിൽ കാണുന്നില്ലേ, ഇതാണ് അതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ഓരോ ഏരിയാസിലായിട്ടുള്ളത്. എൻ്റെ ഭഗവാനെ, എന്ത് പറയാനാ, ഒരുപാട് കളക്ഷൻസ് ആണ് ഓരോ ഏരിയസിലായിട്ടുള്ളത്. അവിടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഞാൻ പേ ചെയ്തിട്ടില്ല, വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തത് നടന്ന് കാണാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള കുറേ ആർട്ട് ഉണ്ട്. രാജരവിവർമ്മയുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മൂവീസിലൊക്കെ ബ്രിട്ടീഷുകാരുടെ കുറേ എന്താ പറയാ പെയിന്റിങ്സ് കാണില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. സ്കെൽട്ടൻസ്, അതും വലിയ വെയിലിൻ്റെയും ആനയുടെയും സ്റ്റഫ്ഡ് അനിമൽസ്, കുറേ അധികം എന്താ പറയാ ശില്പങ്ങൾ, അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. സമയം പോണത് അറിയേല. ഒരു ദിവസം വേണമെങ്കിൽ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടേക്കും പോയില്ല. ഇത് കണ്ട് ഞാൻ മടങ്ങി. അപ്പോഴേക്കും എൻ്റെ ട്രെയിനിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു തോന്നലിൽ പോയ ഒരു തോന്നിവാസി ട്രിപ്പ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു.